പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സുരക്ഷ എന്ന കഥ കേൾക്കൂ. ഏയ് ടിങ്കു, ഹെൽമറ്റ് ധരിച്ചിട്ട് പോകൂ. മരങ്ങളുടെ ഉയർന്ന ശിഖരങ്ങളിൽ നിന്ന് പഴങ്ങൾ പറിക്കാൻ കയറിപ്പോകുന്ന ടിങ്കു അണ്ണാനെ നോക്കി കൂട്ടുകാരനായ ടിമ്മു മുയൽ പറഞ്ഞു. ഏറെ ഉയരത്തിൽ കയറിടുമ്പോൾ ദേഹസുരക്ഷയുറപ്പാക്കണം. കോട്ടു ധരിക്കണം, തൊപ്പി ധരിക്കണം, ശ്രദ്ധിച്ചു വേണം കയറിപ്പോകാൻ. ടിമ്മു എപ്പോഴും ഓർമ്മിപ്പിക്കും. കാട്ടിൽ ഈയിടെയായി അപകടങ്ങൾ കൂടിക്കൂടി വരികയാണ്. തൊഴിലിടങ്ങളിൽ മതിയായ സുരക്ഷിതത്വം ഉറപ്പാക്കാതെ ആവേശത്തോടെ ജോലി ചെയ്യുമ്പോൾ ചെറുതും വലുതുമായ അപകടങ്ങൾ സംഭവിക്കുന്നു. അതിനാൽ വനസഭയിലെ തൊഴിൽ വിഭാഗം തൊഴിലാളികളായ മൃഗങ്ങളെ പല രീതിയിലും ബോധവൽക്കരിക്കുന്നു. തൊഴിലിടങ്ങളിൽ സുരക്ഷിതമായ വേഷം ധരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ എല്ലായിടത്തും പതിച്ചു വച്ചിട്ടുണ്ട്. തീ കൊണ്ടു നിങ്ങൾ കളിച്ചിടുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം കൂട്ടുകാരെ. രോമക്കുപ്പായത്തിൽ തീ പടർന്നാൽ ആകെ കുഴപ്പമായി തീരുമല്ലോ. തീ പിടിക്കാതുള്ള ഉടുപ്പുമിട്ട് സൂക്ഷിച്ചു ജോലിക്കു പോയിടണം. കാട്ടുതീ കെടുത്തുന്ന വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് എപ്പോഴും ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. സൂക്ഷിച്ചു വേണം. ശക്തിയേറിയ വെള്ളച്ചാട്ടത്തിൽ അണക്കെട്ട് നിർമ്മിക്കുന്ന ബീവറുകളോട് എപ്പോഴും പറയും. ഏറെ അപകടം പിടിച്ച ജോലിയാണ്. സുരക്ഷിത വസ്ത്രങ്ങളും ഹെൽമറ്റും ധരിച്ചു വേണം ഇറങ്ങാൻ. പെട്ടെന്ന് ഒരു ദിവസം കരയിലുള്ള ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെ ശക്തമായ കാറ്റ് വീശി വെള്ളച്ചാട്ടത്തിന് ശക്തി കൂടി. നടുവിൽ നിന്ന് തൊഴിലാളി തെറിച്ച് താഴേക്ക് വീഴാൻ ഭാവിച്ചു. ബേരു സൂക്ഷിച്ച്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അരയിൽ കെട്ടിയ കുടുക്ക് കരയിലെ മരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് വള്ളിയിൽ തൂങ്ങി നിന്നു. കരയിലുള്ളവർ വള്ളി വലിച്ച് വേഗം കരയിലെത്തിച്ചു. വെള്ളത്തിൽ നിന്നു പണി ചെയ്യുമ്പോൾ നീന്തൽ വസ്ത്രങ്ങൾ ധരിച്ചിടണം. ഒറ്റയ്ക്കൊരിക്കലും നീരൊഴുക്കിൽ ചാടി ഇറങ്ങുവാൻ നോക്കിടല്ലേ. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ എപ്പോഴും നൽകുന്നത് എന്തിനാണെന്ന് അവർക്കിപ്പോൾ മനസ്സിലായി. തലയിൽ ഉറപ്പിച്ച് ഹെൽമറ്റ് വയ്ക്കണം. അരയിൽ വള്ളി ഉറപ്പിച്ച് കെട്ടണം. കൂട്ടുകാർക്കൊപ്പം മാത്രമേ തൊഴിലിടങ്ങളിൽ പോകാവൂ. ഒറ്റയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആരും രക്ഷിക്കാനുണ്ടാവില്ല. തൊഴിൽ സുരക്ഷയാണ് കാടിൻ്റെ അഭിവൃദ്ധി. സൂപ്പർവൈസർ അഭിമാനത്തോടെ പറഞ്ഞു. അങ്ങനെ തൊഴിൽ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് തൊഴിലാളികൾ കൃത്യമായും ജോലി ചെയ്തു. കാടിന് ഐശ്വര്യമുണ്ടായി. അപകടങ്ങളില്ലാതെ സന്തോഷമുള്ള തൊഴിലാളികൾ നിറഞ്ഞ കാട് ഏറ്റവും അഭിവൃദ്ധി പ്രാപിച്ചു.